ഷാഡോ ലേണിംഗ് സൊല്യൂഷൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്കാണ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ നമ്മളൊരു ബിസിനസ് ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ കണക്കാക്കണമെങ്കിൽ ആദ്യം നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും നോക്കണം. എങ്കിൽ മാത്രമേ സ്ഥാപനത്തിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കണമെങ്കിൽ ആദ്യം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുകളെയും റവന്യൂ എക്സ്പെൻഡിച്ചറുകളെയും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുകളെയും റവന്യൂ എക്സ്പെൻഡിച്ചറുകളെയും ഐഡന്റിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് ശരിയായ രീതിയിൽ ഫൈനൽ അക്കൗണ്ടുകൾ തയ്യാറാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ആദ്യം നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. എന്താണ് എക്സ്പെൻഡിച്ചർ? ഒരു ലയബിലിറ്റി സെറ്റിൽ ചെയ്യാനല്ലാതെ ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഒരു 25,000 രൂപ കൊടുത്തൊരു കമ്പ്യൂട്ടർ വാങ്ങി, അതൊരു എക്സ്പെൻഡിച്ചർ ആണ്. ഇത് ലയബിലിറ്റി സെറ്റിൽ ചെയ്യാൻ വേണ്ടിയല്ല ഈ തുക ചെലവാക്കിയിരിക്കുന്നത്. അതേസമയം 3 മാസം മുമ്പ് ഒരു കമ്പ്യൂട്ടർ വാങ്ങി, അതിന്റെ വില ഇപ്പോൾ പേ ചെയ്തു. ഇപ്പോൾ 25,000 രൂപ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് 3 മാസം മുമ്പ് വാങ്ങിയ കമ്പ്യൂട്ടറിന്റെ തുക കൊടുക്കാനാണ്. ഇവിടെ ഒരു ലയബിലിറ്റി സെറ്റിൽ ചെയ്യാനാണ് ഈ എമൗണ്ട് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇതൊരു എക്സ്പെൻഡിച്ചർ അല്ല. എക്സ്പെൻഡിച്ചറുകൾ എന്നാൽ ഒരു ലയബിലിറ്റി സെറ്റിൽ ചെയ്യാനല്ലാതെ ഒരു തുക സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. എക്സ്പെൻഡിച്ചറുകൾ പ്രധാനമായും 2 തരത്തിലുണ്ട്: ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുകളും റവന്യൂ എക്സ്പെൻഡിച്ചറുകളും. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുകൾ എന്നാൽ ഒരു ബിസിനസിന്റെ ഏണിംഗ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ അസറ്റ് അക്വയർ ചെയ്യുന്നതിനോ വേണ്ടി ചെലവാക്കുന്ന തുകയെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതുപോലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മൂലമുള്ള ബെനഫിറ്റ് 1 വർഷത്തിലധികം നിലനിൽക്കുന്നു. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുകളെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുകൾ എന്നത് ഒരിക്കലും ഒരു ലോസ് അല്ല. ഇത് ബിസിനസിന്റെ വാല്യൂ വർദ്ധിപ്പിക്കുന്നു. നോൺ റെക്കറിംഗ് നേച്ചർ ആണ്. ഒരു എക്സ്പെൻഡിച്ചർ തന്നെ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായും നോക്കേണ്ടത്. ഇത് ഏണിംഗ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ അസറ്റ് അക്വയർ ചെയ്യുന്നതിനോ ഉപകരിക്കുന്നുണ്ടോ, അതിൽ നിന്നുള്ള ബെനിഫിറ്റ് 1 വർഷത്തിലധികം നിലനിൽക്കുന്നുണ്ടോ, അത് റെക്കറിംഗ് നേച്ചർ ആണോ. രണ്ടാമത്തേത് റവന്യൂ എക്സ്പെൻഡിച്ചർ. റവന്യൂ എക്സ്പെൻഡിച്ചറുകൾ എന്നാൽ ഒരു ഇൻകം ഏൺ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഒരു അസറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനോ വേണ്ടി ചെലവാക്കുന്ന തുകയാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. റവന്യൂ എക്സ്പെൻഡിച്ചറുകൾ മൂലമുള്ള ബെനിഫിറ്റ് 1 വർഷത്തിൽ താഴെ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. റവന്യൂ എക്സ്പെൻഡിച്ചറുകൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നു. റവന്യൂ എക്സ്പെൻഡിച്ചറുകൾ എന്നത് റെക്കറിംഗ് നേച്ചർ ആണ്. അതായത് ഡേ ടു ഡേ എക്സ്പെൻസിൽ വരുന്നവയാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഒരു എക്സ്പെൻഡിച്ചറിനെ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ 3 കാര്യങ്ങൾ ഓക്കെ ആയിരിക്കണം. 1, അത് ഇൻകം വർദ്ധിപ്പിക്കുന്നതിനും അസറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനു വേണ്ടിയും ചെലവാക്കിയ തുകയായിരിക്കണം. ഇതിൽ നിന്നുള്ള ബെനിഫിറ്റ് 1 വർഷത്തിൽ താഴെ മാത്രമേ നിലനിൽക്കാൻ പാടുള്ളൂ. ഇത് റെക്കറിംഗ് നേച്ചർ ആയിരിക്കണം. ഈ 3 കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ അത് റവന്യൂ. ഒരേ എക്സ്പെൻസ് തന്നെ ഒരേ സമയം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുമാകാം റവന്യൂ എക്സ്പെൻഡിച്ചറുകളുമാകാം. അതായത് നമ്മൾ 3 റൂളുകൾക്ക് അനുസരിച്ചാണ് ഇത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. കോസ്റ്റ് ഫോർ ഓൾഡ് മെഷീനറി പർച്ചേസ്. ഇവിടെ ഓൾഡ് മെഷീനറി പർച്ചേസ് ചെയ്യാനായി തുക ചെലവാക്കിയിരിക്കുന്നത് അസറ്റ് അക്വയർ ചെയ്യാൻ വേണ്ടിയാണ്. ഇതിൽ നിന്നുള്ള ബെനിഫിറ്റ് 1-ലധികം വർഷങ്ങളിൽ നിലനിൽക്കുന്നു. ഇത് നോൺ റെക്കറിംഗ് നേച്ചർ ആണ്. അതുകൊണ്ട് ഇത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അതേസമയം കോസ്റ്റ് ഫോർ റിപ്പയർ ചാർജസ് ഓഫ് മെഷീനറി ഓർ ഫർണിച്ചർ എന്ന് പറയുമ്പോൾ ഇവിടെ തുക ചെലവഴിച്ചിരിക്കുന്നത് അസറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. ഇതിൽ നിന്നുള്ള ബെനിഫിറ്റ് 1 വർഷത്തിൽ താഴെ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. ഇത് റെക്കറിംഗ് നേച്ചർ ആണ്. അതുകൊണ്ട് ഇത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. അടുത്ത എക്സാമ്പിൾ, കോസ്റ്റ് ഫോർ റിപ്പയർ ചാർജസ് പെയ്ഡ് ടു സെക്കൻഡ് ഹാൻഡ് ഫർണിച്ചർ ടു പുട്ട് ഇറ്റ് ഇൻ ഓർഡർ ആൻഡ് യൂസ് ആൻ അസറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ടു പുട്ട് ഇറ്റ് ഇൻ ഓർഡർ ആൻഡ് ടു യൂസ് ആൻ അസറ്റ് എന്ന് പറയുമ്പോൾ അത് അസറ്റ് അക്വയർ ചെയ്യാൻ വേണ്ടിയാണ് തുക ചെലവാക്കിയിരിക്കുന്നത്. ഇതിൽ നിന്നുള്ള ബെനിഫിറ്റ് 1-ലധികം വർഷങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. കൂടാതെ ഇത് നോൺ റെക്കറിംഗ് നേച്ചർ ആണ്. അതുകൊണ്ട് ഇത്
ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അതേസമയം കോസ്റ്റ് ഫോർ റിപ്പയർ ചാർജസ് ഓഫ് സെക്കൻഡ് ഹാൻഡ് ഫേർണിച്ചർ എന്ന് പറയുമ്പോൾ ഇവിടെ ഈ തുക ചെലവാക്കിയിരിക്കുന്നത് സെക്കൻഡ് ഹാൻഡ് ഫേർണിച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. ഇതിൽ നിന്നുള്ള ബെനിഫിറ്റ് 1 വർഷത്തിൽ താഴെ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. കൂടാതെ ഇത് റെക്കറിംഗ് നേച്ചറിലുള്ളതാണ്. അതുകൊണ്ട് ഇത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. അടുത്ത എക്സാമ്പിൾ, wages paid in respect of erecting a machinery or wages paid to construct a fixed asset. ഇവിടെ ഒരു ഫിക്സഡ് അസറ്റ് കൺസ്ട്രക്ട് ചെയ്യാനായി അല്ലെങ്കിൽ മെഷീനറി എറക്ട് ചെയ്യാനായി പേ ചെയ്ത വേജസ് എന്ന് പറയുമ്പോൾ അതൊരു അസറ്റ് അക്വയർ ചെയ്യാൻ വേണ്ടിയാണ് തുക ചെലവാക്കിയിരിക്കുന്നത്. ഇതിൽ നിന്നുള്ള ബെനിഫിറ്റ് ഒരുപാട് വർഷത്തേക്ക് നിലനിൽക്കുന്നു. ഇതൊരു റെക്കറിംഗ് നേച്ചറിലുള്ളതല്ല. അതായത് മെഷീനറി എറക്ട് ചെയ്യാൻ അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യാൻ എന്ന് പറയുമ്പോൾ അത് നോൺ റെക്കറിംഗ് നേച്ചർ ആണ്. അതുകൊണ്ട് ഇത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അതേസമയം വേജസ് പെയ്ഡ് ടു എംപ്ലോയീസ് ഓർ സാലറി പെയ്ഡ് ടു എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ അത് ഒരു ഇൻകം ഏൺ ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണ്. ഇതിൽ നിന്നുള്ള ബെനിഫിറ്റ് 1-ൽ താഴെ വർഷം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. കൂടാതെ ഇത് റെക്കറിംഗ് നേച്ചറിലുള്ളതാണ്. അതുകൊണ്ട് ഇത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. അടുത്ത എക്സാമ്പിൾ, ബ്രോക്കറേജ് പെയ്ഡ് ഫോർ പർച്ചേസ് ഓഫ് ലാൻഡ്. ഇവിടെ ലാൻഡ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ബ്രോക്കറേജ് കൊടുത്തിരിക്കുന്നത് അസറ്റ് അക്വയർ ചെയ്യാൻ വേണ്ടിയാണ്. ഇതിൽ നിന്നുള്ള ബെനിഫിറ്റ് 1-ലധികം വർഷങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. കൂടാതെ ഇത് നോൺ റെക്കറിംഗ് നേച്ചർ ആണ്. അതുകൊണ്ട് ഇത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അതേസമയം എമൗണ്ട് സ്പെൻഡ് ഓൺ അറൈസിംഗ് എ ലോൺ ഫോർ പർച്ചേസ് ഓഫ് ലാൻഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു കൺഫ്യൂസിംഗ് ഫാക്ടർ ഉണ്ട്. അതായത് ഇവിടെ തുക ചെലവഴിച്ചിരിക്കുന്നത് ഒരു അസറ്റ് അക്വയർ ചെയ്യാൻ വേണ്ടിയല്ല, ഒരു ലയബിലിറ്റി അക്വയർ ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ആ തുക ചെലവഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെന്ന് പറയാൻ സാധിക്കില്ല. ഇവിടെ ആ തുക ചെലവഴിച്ചിരിക്കുന്നത് ലയബിലിറ്റി അക്വയർ ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഇത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. അടുത്തത്, കാരേജ് ആൻഡ് ഫ്രൈറ്റ് എക്സ്പെൻസസ് ഇൻ കണക്ഷൻ വിത്ത് പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യാനായി വന്ന കാരേജ് അല്ലെങ്കിൽ ഫ്രൈറ്റ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ തുക ചെലവാക്കിയിരിക്കുന്നത് അസറ്റ് അക്വയർ ചെയ്യാൻ വേണ്ടിയാണ്. ഇത് ബിസിനസിന്റെ ഏർണിംഗ് കപ്പാസിറ്റി വർദ്ധിക്കുന്നുണ്ട്. ഇതിൽ നിന്നുള്ള ബെനിഫിറ്റ് 1-ലധികം വർഷങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. കൂടാതെ ഇത് നോൺ റെക്കറിംഗ് നേച്ചർ ആണ്. അതുകൊണ്ട് ഇത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അതേസമയം കാരേജ് ആൻഡ് ഫ്രൈറ്റ് ചാർജസ് എക്സ്പെൻസസ് ഇൻ കണക്ഷൻ വിത്ത് ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഇത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ഇത് ഇൻകം ഏൺ ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണ്. ഇതിൽ നിന്നുള്ള ബെനിഫിറ്റ് 1-ൽ താഴെ വർഷത്തിൽ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. കൂടാതെ ഇത് റെക്കറിംഗ് നേച്ചറിലുള്ളതാണ്. അതുകൊണ്ട് ഇത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ഇത് ഏർണിംഗ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. ഇതിൽ നിന്നുള്ള ബെനിഫിറ്റ് 1-ലധികം വർഷങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. ഇത് നോൺ റെക്കറിംഗ് നേച്ചർ ആണ്. അതുകൊണ്ട് ഇത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. പർച്ചേസ് ഓഫ് ഗുഡ്സ് ബോട്ട് ഫോർ റീസെയിൽ ടു ഗ്യാദർ വിത്ത് എക്സ്പെൻസസ് ഇൻകേർഡ് റിഗാർഡിംഗ് ദിയർ പർച്ചേസ് എന്ന് പറയുമ്പോൾ ഇത് ബിസിനസിന് ഇൻകം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചെലവാക്കിയിട്ടുള്ള എക്സ്പെൻസ് ആണ്. ഇതിൽ നിന്നുള്ള ബെനിഫിറ്റ് 1-ൽ താഴെ വർഷത്തിൽ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. ഇത് റെക്കറിംഗ് നേച്ചറിലുള്ളതാണ്. അതുകൊണ്ട് ഇത് റവന്യൂ എക്സ്പെൻഡിച്ചർ. അതായത് ഒരേ ഐറ്റം തന്നെ ഒരേ സമയം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ആകാം, റവന്യൂ എക്സ്പെൻഡിച്ചറുകളും ആകാം. നമ്മൾ ഈ റൂളുകൾ പരിശോധിച്ചാണ് ഇത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ റവന്യൂ എക്സ്പെൻഡിച്ചറുകളാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യും. ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറുകൾ എന്നാൽ അത് റവന്യൂ നേച്ചറിലുള്ളതാണ്. എന്നാൽ ചില സമയം അവ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുകളുടെ സ്വഭാവവും കാണിക്കുന്നു, ചില സമയങ്ങളിൽ റവന്യൂ എക്സ്പെൻഡിച്ചറുകളുടെ സ്വഭാവവും കാണിക്കുന്നു. ഇതിൽ നിന്നുള്ള ബെനിഫിറ്റ് ചിലപ്പോൾ വരും വർഷങ്ങളിൽ കിട്ടാം, കിട്ടാതിരിക്കാം, രണ്ടിനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറുകൾ എന്ന് പറയുന്നത്. ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറുകളുടെ അൺറിട്ടൺ പോർഷൻ ബാലൻസ് ഷീറ്റില് ഫിക്റ്റീഷ്യസ് അസറ്റ് എന്നുള്ള ഹെഡിലാണ് കാണിക്കുന്നത്. പ്രിലിമിനറി എക്സ്പെൻഡിച്ചറുകൾ ചില സമയങ്ങളിൽ ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിന് എക്സാമ്പിൾ ആണ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, ഹെവി അഡ്വർടൈസ്മെന്റ്, ഇതൊക്കെ ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിന് എക്സാമ്പിൾ ആണ്. ഒരു അഡ്വർടൈസ്മെന്റ് കൊണ്ട് 3 വർഷം കൊണ്ട് 3 കോടിയുടെ ബെനിഫിറ്റ് ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പൊ ഈ വർഷം 1 കോടി, അടുത്ത വരും വർഷങ്ങളിൽ ഓരോ വർഷവും ഓരോ കോടി വീതം. അപ്പോ ഈ വർഷം 1 കോടി, അപ്പൊ വരും വർഷങ്ങളിൽ കിട്ടാനുള്ള 2 കോടി എന്നത് ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന ഹെഡിലാണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട എക്സ്പെൻഡിച്ചറുകൾ എന്ന് പറയുന്നത്. ഫൈനൽ അക്കൗണ്ടുകൾ തയ്യാറാക്കണമെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുകളെയും റവന്യൂ എക്സ്പെൻഡിച്ചറുകളെയും കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് പറ്റണം.
എങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായി ഫൈനൽ അക്കൗണ്ടുകളെ തയ്യാറാക്കാൻ സാധിക്കുകയുള്ളൂ. എങ്ങനെയാണ് എക്സ്പെൻഡിച്ചറുകളെ ഐഡന്റിഫൈ ചെയ്യുക എന്നത് കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക.